ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വൈറൽ നിമിഷം ഉയർന്നു വന്നിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ പേസർ സഹീർ ഖാന് ഒരു ആരാധകയുടെ മറക്കാനാവാത്ത വിവാഹ അഭ്യർത്ഥന തിരികെ വന്നിരിക്കുകയാണ്. 2005-ൽ ബാംഗ്ലൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യയുടെ 3-ാം ടെസ്റ്റ് മത്സരത്തിനിടെ വിരമിച്ച സ്പീഡ് പേസറായ സഹീർ ഖാനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ആരാധിക അടുത്തിടെയാണ് വീണ്ടും ശ്രദ്ധേയ കേന്ദ്രമാകുന്നത്. യഥാർത്ഥ ലൈവ് TV നിമിഷത്തിൽ ആരാധക സഹീർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചിരുന്നു. ഹൃദയസ്പർശിയായ രംഗം ശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ഐക്കോണിക് നിമിഷമായി അത് മാറുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഗൗതം ഗംഭീറിന് പകരക്കാരനായി സഹീർ LSG മെന്ററായി. കഴിഞ്ഞ വർഷം ഫൈനലിൽ സൺറൈസേഴ്സിന്റെ ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പ്രീമിയർ ലീഗ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായി ഗംഭീർ മാറുകയും ചെയ്തു. എന്നാൽ ഗംഭീർ നൈറ്റ് റൈഡേഴ്സ് വിട്ടതിനു ശേഷം ഇന്ത്യൻ പുരുഷ ടീമിന്റെ മുഖ്യ പരിശീലകനായി ചേർന്നു. മുൻ വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഡെയ്ൻ ബ്രോവോ നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേഷ്ടാവായി ചേരുകയും ചെയ്തു. സഹീറിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം സൂപ്പർ ജയൻസ് മികച്ച തീരുമാനമെടുത്തുവെന്ന് സഹീറിന്റെ നിയമനത്തിനു ശേഷം മുൻ ഇന്ത്യൻ ചീഫ് സെലക്ടർ MSK പ്രസാദ് അറിയിക്കുകയും ചെയ്തിരുന്നു. സഹീർ ഖാന്റെ നിലവാരത്തിലുള്ള ഒരാളെ ടീമിന്റെ മെന്ററായി നിയമിച്ചു എന്നത് ലക്നൗ സൂപ്പർ ജയൻസിന് വളരെ സന്തോഷകരമായ വാർത്തയാണ്. പ്രസാദ് സ്പോർട്സ് കിഡ്സിന്റെ അഭിമുഖത്തിലാണ് ഇദ്ദേഹം അത് വ്യക്തമാക്കിയത്. മാർച്ച് 24-ന് തിങ്കളാഴ്ച വിശാഖപട്ടണത്തെ ഡോക്ടർ YS രാജശേഖര റെഡ്ഡി ACA-VDCA ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അക്സർ പട്ടേലിന്റെ ഡൽഹി ക്യാപ്റ്റൻസിനെതിരെയാണ് സൂപ്പർ ജയൻസ് 2025-ൽ തങ്ങളുടെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്.